ഈ പ്രതിനിധി സമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ CPM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് 9 മണിയോടെയാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും വിവിധ ജില്ലകളിൽ നിന്നുമായി 486 പ്രതിനിധികളും 44 നിരീക്ഷകരും അതിഥികളും ഇവരൊക്കെ അടക്കം 530 പേർ സമ്മേളനത്തിന്റെ ഭാഗമാകും. അഭിലാഷ് മോഹൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഇന്ന് നടക്കുന്ന പരിപാടികളുടെ ഒരു ഏകദേശ രൂപം എങ്ങനെയൊക്കെയാണ്? 9 മണിയോടുകൂടി ആരംഭിക്കും അല്ലേ? മോത്തി, ഞാനിപ്പോൾ നിൽക്കുന്നത് CPM-ന്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന കൊല്ലം ടൗൺ ഹാളിലാണ്. ഇവിടേക്ക് പ്രതിനിധികൾ എത്തിത്തുടങ്ങി. അവർ താമസിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് അവരുടെ ബസ്സുകളിലായി ഇവിടേക്ക് ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രതിനിധികൾ, പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. 9 മണിക്ക് ശേഷമായിരിക്കും പതാക ഉയർത്തൽ. CPM-ന്റെ സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലനാണ് പ്രതിനിധി സമ്മേളനമായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചെമ്പതാക ഉയർത്തുക. അതിനുശേഷം പതാകയെ സല്യൂട്ട് ചെയ്യും. അതിനുശേഷം പ്രതിനിധി സമ്മേളന ഹാളിലേക്ക് നീങ്ങും. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ്. സമ്മേളന നടപടികളിലെ ആദ്യത്തെ ഇനം സ്വാഗത ഗാനമാണ്. സ്വാഗത ഗാനത്തിന് ശേഷം സ്വാഗത പ്രസംഗം ഉണ്ടാവും. തുടർന്ന് രക്തസാക്ഷി പ്രമേയവും അതുപോലെ തന്നെ അനുശോചന പ്രമേയവും ഉണ്ടാവും. അതിനുശേഷമാണ് പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗം നടക്കുക. പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം അതോടുകൂടി പ്രതിനിധി സമ്മേളനത്തിൽ പബ്ലിക്കിനുള്ള അവസരം, നമുക്കൊക്കെ ആ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വരെ അവിടെ പ്രവേശനമുണ്ട്. അതിനുശേഷം സമ്മേളനം അതിന്റെ ബിസിനസ്സിലേക്ക് കടക്കുകയാണ്. അതായത് പ്രസീഡിയം അടക്കമുള്ള ഈ സമ്മേളനം നിയന്ത്രിക്കാനുള്ള കമ്മിറ്റികളെ, പ്രസീഡിയം കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, പ്രമേയം കമ്മിറ്റി, അതുപോലെ തന്നെ ക്രെഡൻഷ്യൽ കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികളെ തെരഞ്ഞെടുക്കും. തുടർന്ന് ഈ കമ്മിറ്റിയാണ്, ഈ പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുക. ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടാണ്. പ്രവർത്തന റിപ്പോർട്ട് കൂടാതെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു രേഖ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്ന് പേരിട്ട രേഖയാണ്. കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ പിണറായി വിജയൻ ഒരു നവകേരള രേഖ അവതരിപ്പിച്ചിരുന്നു. പ്രവർത്തന റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രവർത്തന റിപ്പോർട്ടിനോടൊപ്പം ഈ നവകേരള രേഖ കൂടി ചർച്ചയാകും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന നവകേരള രേഖയാണ്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് ഗ്രൂപ്പ് ചർച്ച ആരംഭിക്കുക. ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം നാളെയും മറ്റന്നാളുമായി പൊതു ചർച്ച നടക്കും. അപ്പോൾ പ്രതിനിധികൾ പ്രവർത്തന റിപ്പോർട്ടിന്മേലും നവകേരള രേഖയിലുമുള്ള അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കും. നമ്മൾ ഈ പിണറായി വിജയന്റെ നവകേരള രേഖയെ വളരെ ആകാംക്ഷയോടുകൂടി കാണുന്നത് ഒരു പ്രധാനപ്പെട്ട നയം മാറ്റം അക്കാര്യത്തിൽ ആ വിഷയത്തിൽ ഈ രേഖയിൽ ഉണ്ടാകുമോ എന്നുള്ളത് കൂടി പരിഗണിച്ചാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ രേഖ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ മാതൃകയിൽ കേരളത്തെ വികസിപ്പിക്കണം എന്ന ദർശനം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് കൂടുതൽ വ്യവസായ നിക്ഷേപം ആവശ്യമുണ്ട്, കൂടുതൽ മൂലധന നിക്ഷേപം ആവശ്യമുണ്ട്. കൂടുതൽ മൂലധന നിക്ഷേപം ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ രേഖയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ അതേസമയം തന്നെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സാമൂഹ്യക്ഷേമം എന്ന കാര്യം കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് കൂടുതൽ വ്യവസായ നിക്ഷേപം ആകർഷിച്ചുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു നവകേരള രേഖ പിണറായി വിജയൻ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അതിനുശേഷം ഗ്രൂപ്പ് ചർച്ചയും പൊതു ചർച്ചയും ഉണ്ടാകും. പ്രതിനിധികൾ എങ്ങനെയൊക്കെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്, ശക്തമായ വിമർശനം സർക്കാരിനെ കുറിച്ച് ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഈ സമ്മേളന നഗരിയിൽ ദൃശ്യങ്ങളിൽ കാണാം, പ്രതിനിധികൾ ഓരോരുത്തരായി സമ്മേളന ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സമ്മേളന ഹാളിൽ പ്രതിനിധികൾ എത്തിയതിനു ശേഷം AK ബാലൻ കേന്ദ്ര കമ്മിറ്റി അംഗം പതാക ഉയർത്തും. പതാക ഉയർത്തലിന് ശേഷം പതാക വന്ദനമുണ്ട്. അതിനുശേഷം പ്രതിനിധികളെല്ലാം സമ്മേളന ഹാളിലേക്ക് നീങ്ങുകയും തുടർന്ന് ഉദ്ഘാടന പ്രസംഗം നടക്കുകയും ചെയ്യും. ഉദ്ഘാടന പ്രസംഗത്തിന് മുൻപ് അനുശോചന രക്തസാക്ഷി പ്രമേയങ്ങൾ ഉണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തന റിപ്പോർട്ടിന്റെയും അതുപോലെ തന്നെ പിണറായി വിജയന്റെ നവകേരള പുതുവഴി എന്ന രേഖയുടെയും അവതരണമാണ് ഉണ്ടാവുക. വളരെ വളരെ ആകാംക്ഷയോടുകൂടി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് ഒരു പ്രത്യയശാസ്ത്ര പരമായ ഡീവിയേഷൻ, ആ നിലയ്ക്കുള്ള ഒരു വ്യതിയാനമോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു ഷിഫ്റ്റോ CPM-ന്റെ പോളിസിയുടെ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. മോത്തി.